Hi everyone, welcome back to my YouTube channel. If you are new to my channel, my name is Sanjali Krishna and thank you so much for watching my video. So ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ 2025ലേക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള എൻ്റെ ഡേറ്റഡ് പ്ലാനേഴ്സിനെ കുറിച്ചാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഐ ആം someone who is obsessed with the planners, journals and any other cute notebooks. ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള നോട്ട്ബുക്സൊക്കെ എവിടെ കണ്ടാലും എനിക്കിങ്ങനെ വാങ്ങിക്കാൻ ഭയങ്കര ക്രേസാണ്. അതിലെല്ലാം ഞാൻ എഴുതിയിട്ടല്ല, പക്ഷേ എനിക്കതിങ്ങനെ എൻ്റെ ടേബിളിൽ ഇങ്ങനെ അടുക്കി വെക്കാനും അല്ലെങ്കിൽ എൻ്റെ ബെഡ്റൂമിൽ വെക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ നെക്സ്റ്റ് ഇയറിലേക്കുള്ള ഒരു പ്ലാനർ സെലക്ട് ചെയ്യുന്നത് പറയുന്നതിൽ കുറേ കാര്യങ്ങളുണ്ട്. ബിക്കോസ് നെക്സ്റ്റ് ഇയർ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകാൻ പോകുന്ന ആളാണ് നമ്മുടെ പ്ലാനേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് റിസർച്ച് ചെയ്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ സെലക്ട് ചെയ്തതാണ് എൻ്റെ നെക്സ്റ്റ് ഇയറിലെ 2 പ്ലാനേഴ്സ്. ഒരു വീക്ക്ലി പ്ലാനർ അതുപോലെ തന്നെ ഒരു ഡെയിലി പ്ലാനറും. ഇത് രണ്ടും ഞാൻ വാങ്ങിച്ചത് നിയോറ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്നാണ്. അവരുടെ പ്രൊഡക്ട്സ് എല്ലാം അടിപൊളിയാണ് ഗൈസ്. ബിക്കോസ് എല്ലാം നല്ലൊരു ക്ലാസി ലുക്ക് ഉണ്ട്, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയാണ് അവരുടെ എല്ലാ പേജസിനുള്ളത്. കാരണം നമ്മൾ ഒരു പ്ലാനർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളതിൽ സ്കെച്ച് പെൻസൊക്കെ യൂസ് ചെയ്യും. പേജിൻ്റെ ക്വാളിറ്റി ഇല്ലെങ്കിൽ നെക്സ്റ്റ് പേജിനത് ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും. പക്ഷേ ഇവരുടെ പേജസിനൊക്കെ നല്ല ക്വാളിറ്റിയാണ്. ആൻഡ് ഡിസൈൻസ് എല്ലാം തന്നെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഡിസൈൻസാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം ലൈക്ക് എന്തിനാണ് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാം. നമുക്ക് ഭയങ്കര ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് അവരതെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഓവറായിട്ട് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഞാൻ പ്രൊഡക്റ്റ് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് വീക്ക്ലി പ്ലാനർ ഓപ്പൺ ചെയ്യാം. ഞാനിത് ഓപ്പൺ ചെയ്തു ഗൈസ്. എനിക്ക് ഈ ബുക്സൊക്കെ തന്നെ എനിക്ക് അൺബോക്സ് ചെയ്യാണ്ട് എനിക്കിങ്ങനെ വീഡിയോ എടുക്കുന്ന ദിവസം വരെ എനിക്ക് അൺബോക്സ് ചെയ്യാണ്ട് വെക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു പേഷ്യൻസ് എനിക്കില്ല. എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. ആ ബോക്സ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് അൺബോക്സ് ചെയ്യണം, അതിലെന്താ നോക്കണം. ഞാനിത് അൺബോക്സ് ചെയ്തു ഓൾറെഡി, എന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടി അൺബോക്സ് ചെയ്യാം. ഓക്കെ, സോ ഐ ചൂസ് എ ലാവൻഡർ ലൈലാ കളർ ഫോർ മൈ വീക്ക്ലി പ്ലാനർ ബിക്കോസ് ഐ ലൈക്ക് ദർ കളർ so much. So cute. ഭയങ്കര ഒരു സിമ്പിൾ ഡിസൈനാണ് ആൻഡ് ഭയങ്കര അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. നല്ല കളറല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ലാവൻഡർ കളർ. ആൻഡ് ഇതിൻ്റെ കൂടെ നിയോറയുടെ ഒരു താങ്ക് യു നോട്ട് ഉണ്ട്. ദെൻ എടുത്തു പറയേണ്ട കാര്യമാണ് അവരുടെ ഈ ഒരു യൂസർ ഗൈഡ് അല്ലെങ്കിൽ യൂസർ മാനുവൽ. ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു യൂസർ ഗൈഡ് ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല. അത്രയ്ക്ക് യൂസ്ഫുള്ളാണ്. ശരിക്കും ഒരു യൂസർ ഗൈഡ് ഇത്ര യൂസ്ഫുൾ ആവുന്നത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. ബിക്കോസ് ഇതിൽ കൃത്യമായിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ വൈസ് നമുക്ക് അവർ എല്ലാ പേജിലും നമ്മൾ എന്തിനൊക്കെ ഈ പേജ് യൂസ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ഈ പേജ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, എക്സാമ്പിൾ വൈസ് ആയിട്ട് അവരെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്തെങ്കിലും ഒരു ഡൗട്ട് നമുക്ക് ഈ പേജിലൊക്കെ ഇതെങ്ങനെ യൂസ് ചെയ്യണം, ഹാബിറ്റ് ട്രാക്കർ എങ്ങനെ യൂസ് ചെയ്യണം എന്നറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഇത്രയേ ഉള്ളൂ പരിപാടി എന്ന് തോന്നുന്ന രീതിയിലാണ് അവരിത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അത്രയ്ക്ക് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളടക്കം ശ്രദ്ധിച്ചിട്ടാണ് അവർ ഈ ഒരു യൂസർ ഗൈഡ് ക്രിയേറ്റ് ചെയ്തത്. അതിനവരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. സോ എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരു യൂസർ ഗൈഡ്. ആൻഡ് പ്ലാനറിനെ പറ്റി പിന്നെ എക്സ്ട്രാ ആയിട്ട് പറയണ്ടല്ലോ, അടിപൊളിയായിട്ടാണ് ഇതിൻ്റെ എല്ലാ ഡിസൈൻസും വരുന്നത്. ഇതാണ് നമ്മുടെ വീക്ക്ലി പ്ലാനർ. ഇതിനൊരു ഹാർഡ് കവറാണ് വരുന്നത്. സോ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഫസ്റ്റ് വരുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷനാണ്. അവിടെ നമുക്ക് ഇമ്പോർട്ടൻറ്റ് കോൺടാക്ട്സ് എഴുതി വെക്കാം ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഒക്കെ എഴുതി വെക്കാനുള്ളൊരു സെക്ഷനുണ്ട്. ദെൻ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു സെക്ഷനാണ് വരുന്നത്. നമുക്ക് സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ നമുക്ക് പിക്ചേഴ്സൊക്കെ കട്ട് ചെയ്ത് വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാനും അല്ലെങ്കിൽ നമുക്ക് റൈറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസായിട്ട് വിഷൻ ബോർഡിൻ്റെ ഒരു സ്പേസാണ് നെക്സ്റ്റ് വരുന്നത്. ദെൻ അത് കഴിഞ്ഞാൽ നമുക്കൊരു ഇയർലി ലേ ഔട്ടാണ് വരുന്നത്. സോ ഇതിൽ നമുക്ക് ഈ ഇയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ബർത്ത്ഡേയ്സ്, ആനിവേഴ്സറീസ്, അതല്ലെങ്കിൽ നമുക്ക് പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, എക്സാംസ് ഉണ്ടെങ്കിൽ, അങ്ങനെ ഈ ഇയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാനുള്ളൊരു സ്പേസാണ് അല്ലെങ്കിൽ ഒരു നോട്ട് ചെയ്ത് വെക്കാനുള്ളൊരു ഓപ്ഷനാണ് ഫസ്റ്റ് ഇയർലി ലേ ഔട്ടായിട്ട് വരുന്നത്. അതിൽ നിങ്ങൾക്ക് കാണണം ഇവിടെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് വെച്ചതൊക്കെ തന്നെ വീക്കെൻഡ്സാണ്. വീക്കെൻഡ്സ് എല്ലാം തന്നെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഈ ഒരു ബോക്സിലായിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും നോട്ട്സോ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ദെൻ ഓരോ മന്തിൻ്റെയും ഡേറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക്
ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാംസോ പ്രൊജക്റ്റ് സബ്മിഷനോ അങ്ങനെ എന്തെങ്കിലും ഇയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്ത് വെക്കാനുള്ളൊരു സ്പേസാണ് ഇവിടെ ഉള്ളത്. ദെൻ ഇയർലി ലേ ഔട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് മന്ത്ലി ലേ ഔട്ടാണ്. മന്ത്ലി ലേ ഔട്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ മന്ത്സിൻ്റെ ഒരു കലണ്ടർ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫെബ്രുവരി ആണെങ്കിൽ പ്രീവിയസ് മന്തായിട്ടുള്ള ജനുവരീൻ്റെതും നെക്സ്റ്റ് മന്തായിട്ടുള്ള മാർച്ചിൻ്റെതും കലണ്ടർ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് റെഫർ ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ തന്നെ ആ ഒരു ചെറിയ രീതിയിൽ കലണ്ടർ കൊടുത്തുകൊണ്ട് അത് യൂസ്ഫുള്ളാണ്. ദെൻ സൈഡിലായിട്ട് ഗോൾസ്, തിങ്സ് ടു ഡു ആൻഡ് ഹെൽത്ത് ട്രാക്കറും കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് എല്ലാ മന്തിൻ്റെയും സൈഡിലായിട്ട് ബോക്സായിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ ഓരോ മന്തിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സിൽ നമുക്കൊരു 4 or 5 തിങ്സ് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാനുള്ള സ്പേസ് ഓരോ മന്തിൻ്റെയും ഓരോ ഡേറ്റിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ എക്സ്ട്രാ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും നോട്ട്സ് ഐറ്റം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് നമ്മുടെ മന്ത്ലി ലേ ഔട്ട് വരുന്നത്. ദെൻ മന്ത്ലി ലേ ഔട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ വീക്ക്ലി ലേ ഔട്ടാണ്. ഇവിടെ നമുക്ക് ഓരോ വീക്കിൻ്റെ, അതായത് ഓരോ ഡേയും നമുക്ക് ഓരോ പ്ലാൻ ചെയ്ത് വെക്കാനുള്ള ഓരോ ബോക്സ് വൈസ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഈ ഒരു പേജിലായിട്ട് നമുക്ക് പ്രയോറിറ്റീസ് ആൻഡ് അഫർമേഷൻസ് എഴുതാനുള്ള ഒരു ബോക്സ് ഉണ്ട്. ദെൻ താഴെ നമ്മൾ എന്തൊക്കെ അക്കംപ്ലിഷ് ചെയ്തു ആൻഡ് എന്തിനൊക്കെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആണ് ഈ ഒരു വീക്കിൽ എന്ന് എഴുതാനുള്ള ബോക്സും ഒരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ നമുക്ക് ഏത് മന്താണെന്നുള്ളതും ഏത് വീക്കാണെന്നുള്ളതും സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഡൗട്ട്സ് വരില്ല, ലൈക്ക് എപ്പോൾ നോക്കുമ്പോൾ ഏത് മന്താണ്, ഏത് വീക്കാണ്, എത്രാമത്തെ വീക്കാണ് ഈ ഒരു ഇയറിലെ 22nd വീക്കാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ അവർ ഈ ഒരു സൈഡിൽ റൈറ്റ് സൈഡിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് ഈ ഒരു സ്പേസ് നമുക്ക് ഈ ഒരു വീക്കിലെ മെയിനായിട്ടുള്ള നോട്ട്സോ അല്ലെങ്കിൽ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് റൈറ്റ് ചെയ്യാൻ നമുക്ക് യൂസ്ഫുള്ളാണ്. ആൻഡ് ഇതിന് നമുക്ക് ലേ ഔട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ മാറ്റാൻ പറ്റും. ദെൻ ഇവിടെ നമുക്ക് ഒരു മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 4 ബോക്സസ് ആയിട്ട് അല്ലെങ്കിൽ 4 ലേ ഔട്ടായിട്ട് ഇതിന് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് അങ്ങനെ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് വെക്കാനും പറ്റും. നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മുടെ വീക്കെൻഡ്സ് ആണെങ്കിൽ അവരത് ഓറഞ്ച് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. സോ അത് നമുക്ക് പെട്ടെന്ന് തന്നെ വീക്കെൻഡ്സ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ്ഫുള്ളാണ്. ദെൻ ഈ ഒരു വീക്ക്ലി ലേ ഔട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് വരുന്നത് ഒരു ഹാബിറ്റ് ട്രാക്കറാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ഓരോ മന്തിൻ്റെയും നമ്മുടെ ഹാബിറ്റ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് ഹാബിറ്റ് ട്രാക്കർ എന്താണ് അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം എന്ന് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ ഈ ഒരു യൂസർ ഗൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. യൂസർ ഗൈഡിൽ അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെ നമ്മൾ ഹാബിറ്റ് ട്രാക്കർ യൂസ് ചെയ്യണം എന്നുള്ളത്. എക്സാമ്പിൾ വൈസായിട്ട് നമ്മുടെ ഈ യൂസർ ഗൈഡിൽ അത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഹാബിറ്റ് ട്രാക്ക് ചെയ്യാം, എന്തൊക്കെ അതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ അത് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഈ ഒരു യൂസർ ഗൈഡ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ദെൻ ഹാബിറ്റ് ട്രാക്കർ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് എക്സ്പെൻസ് ട്രാക്കറാണ്. ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. നമുക്കിവിടെ ഓരോ മന്തിൻ്റെയും എക്സ്പെൻസ് ട്രാക്കർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഡേറ്റ്, ഐറ്റം, ഇൻവാർഡ്, ഔട്ട്വാർഡ്, ബാലൻസ്, ദെൻ ഇവരുടെ ടോട്ടൽ എമൗണ്ട് എത്രയാണ്, അതിൽ ഡിസംബറിൽ അതായത് കഴിഞ്ഞ പ്രീവിയസ് മന്തിലെ ബാലൻസ് എത്രയാണ്, ഇൻകം എത്രയാണ്, എക്സ്പെൻസ് എത്രയാണ്, സേവിങ്സ് എത്രയാണ്, ഫോർവേഡ്, ഇങ്ങനെ ഓരോന്നിനും ഓരോ ബോക്സായിട്ട് കൊടുത്തത് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. നമ്മുടെ ഇപ്പോഴത്തെ ലൈഫിൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസ് ഒന്നും ട്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ സേവിങ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും പ്രോബ്ലം ആയിരിക്കുക. സോ ഇങ്ങനെ ഒരു എല്ലാം കൃത്യമായിട്ട് നമുക്ക് എഴുതി എവിടെയൊക്കെ നമുക്ക് എക്സ്പെൻസ് നമുക്ക് പൈസ പോകുന്നുണ്ട് അല്ലെങ്കിൽ എവിടെയൊക്കെ എങ്ങനെ നമ്മൾ സേവ് ചെയ്ത് വെച്ചു, ഈ ഒരു മന്ത് നമ്മൾ എത്ര സേവ് ചെയ്ത് വെച്ചു എന്ന കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു എക്സ്പെൻസ് ട്രാക്കറിൽ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അത്രയും നീറ്റായിട്ട് വളരെ സിമ്പിളായിട്ട് അവരത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ എല്ലാ മന്തിൻ്റെയും എക്സ്പെൻസ് ട്രാക്കർ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് നമുക്ക് പാസ്വേഡ്സൊക്കെ എഴുതി വെക്കാനുള്ളൊരു സ്പേസാണ്. അതായത് നമ്മുടെ വെബ്സൈറ്റ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെത്, നമ്മുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഏതിൻ്റെങ്കിലും നമുക്ക് പാസ്വേഡ്സൊക്കെ മറന്നു പോകുന്നത് ഇപ്പോൾ എല്ലാവർക്കും സർവ്വസാധാരണമാണ്. സോ നമുക്കങ്ങനെ പാസ്വേഡ്സൊക്കെ നമുക്ക് മറന്നു പോകാതിരിക്കാൻ വേണ്ടി നമുക്കവിടെ വെബ്സൈറ്റ് യൂസർ നെയിം, പാസ്വേഡ്, നമുക്ക് ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസർ നെയിം, പാസ്വേഡൊക്കെ ഇവിടുത്തെ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ദെൻ ഈ ഒരു ഇയറിൽ നമ്മുടെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഡേറ്റ്സ്, നമ്മുടെ ഏറ്റവും അടുത്തുള്ളവരുടെ ബർത്ത്ഡേയ്സ് അല്ലെങ്കിൽ ആനിവേഴ്സറീസ് ഒക്കെ മാർക്ക് ചെയ്ത് വെക്കാനുള്ളൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺടാക്ട്സ് ഒക്കെ മാർക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു സ്പേസും കൂടി ഇത് കഴിഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് പാഷൻസ് എഴുതാൻ വേണ്ടിയിട്ടൊരു 4 പേജസ് അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതാം. നമുക്ക് ഈ ഒരു എത്ര ബുക്സ് വായിക്കണം, ഏതൊക്കെ ബുക്സ് വായിക്കണം, അല്ലെങ്കിൽ നമുക്ക് എവിടെയൊക്കെ ട്രാവൽ ചെയ്യണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു പാഷൻസിൽ നമുക്ക് ഓരോ ലേ ഔട്ട്സ് ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ആൻഡ് പാഷൻസിൻ്റെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് നമുക്ക് വരുന്ന നോട്ട്സാണ്. നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള നോട്ട്സ് എഴുതി വെക്കാനുണ്ടെങ്കിൽ അതിനുള്ളൊരു 4 പേജസും അവരിതിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റായിട്ട് വരുന്നത് ദ ഇയർ ഇൻ റിവ്യൂ. നമ്മുടെ ഇയർ എങ്ങനെ ഉണ്ടായിരുന്നു, ഈ ഒരു ഇയർ, അതായത് നമുക്ക് ലാസ്റ്റ് 2025 ഡിസംബർ 31 അല്ലെങ്കിൽ 2026 ജാനുവരി 1 നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം, നമുക്ക് എഴുതാം, നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഇയർ എന്നുള്ളത്. അതിനൊരു സ്പേസ് ലാസ്റ്റ് അവർ കൊടുത്തിട്ടുണ്ട്. ദെൻ അവസാനമായിട്ട് ചെറിയൊരു പോക്കറ്റ് സെക്ഷൻ ഉണ്ട് ഇവിടെ. നമുക്ക് സ്റ്റിക്കേഴ്സോ അല്ലെങ്കിൽ ബുക്ക് മാർക്സൊക്കെ വെക്കാനാണെങ്കിൽ ചെറിയൊരു പോക്കറ്റും അവർ ലാസ്റ്റ് പേജിൽ ലാസ്റ്റ് ഈ ഒരു ഹാർഡ് കവറിൻ്റെ അവിടെയായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ വീക്ക്ലി പ്ലാനർ വരുന്നത്. എനിക്ക് എൻ്റെ നെക്സ്റ്റ് ഇയറിൽ എനിക്ക് ഷുവർ ആയിട്ടുള്ളൊരു കാര്യമാണ്, എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരാളായിരിക്കും ഈ ഒരു വീക്ക്ലി പ്ലാനർ. ബിക്കോസ് ഇതിൽ എല്ലാം ഉണ്ട്. ആൻഡ് ഇത് എൻ്റെ സ്ലിംഗ് ബാഗിലും ക്യാരി ചെയ്യാൻ പറ്റുന്നൊരു സൈസിലാണ് ഈ ഒരു വീക്ക്ലി പ്ലാനർ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഡെയിലി എൻ്റെ ഒപ്പം ഉണ്ടായിരിക്കും. എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ബട്ട് ഭയങ്കര സിമ്പിളായിട്ട് ഭയങ്കര മിനിമലായിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആൻഡ് എടുത്ത് പറയേണ്ട കാര്യം, ഇതിൻ്റെ പേജിൻ്റെ ക്വാളിറ്റി അടിപൊളി ക്വാളിറ്റിയാണ്. നല്ല തിക്ക് പേജസ് ആണ്. സോ നമുക്ക് സ്കെച്ച് പെൻസൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് പേജിന് ബാഡായിട്ട് എഫക്റ്റ് ചെയ്യുന്നുള്ളൊരു പേടിയും വേണ്ട. സോ താങ്ക് യു നിയോറ ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ആൻഡ് അമേസിങ് പ്രൊഡക്റ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഞാൻ മേടിച്ച ഡെയിലി പ്ലാനർ കാണാം. ആൻഡ് വീക്ക്ലി പ്ലാനർ ഞാനൊരു ലാവൻഡർ കളർ ചൂസ് ചെയ്തത് കൊണ്ട് തന്നെ, അതൊരു ലൈറ്റ് കളറാണല്ലോ, ഞാൻ ഡെയിലി പ്ലാനർ ഒരു ഡാർക്ക് കളർ ചൂസ് ചെയ്തു. ആ ഒരു ഡിസിഷൻ നല്ലതായിരുന്നു. ബിക്കോസ് ഞാനിത് കാണിച്ചു തരാം എൻ്റെ ഡെയിലി പ്ലാനർ. ഈ ഒരു ഗ്രീൻ കളർ നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ഈ ഒരു കളറിൽ ഇങ്ങനെ തന്നെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു വീഡിയോയിൽ കുറച്ചും കൂടി ലൈറ്റായിട്ടാണ് കാണുന്നതെന്ന്. ബട്ട് നേരിട്ട് ഭയങ്കര ഒരു ക്ലാസി ഫീലിംഗ് ആണുള്ളതിന്. ഭയങ്കര ഒരു അടിപൊളി ഒരു സെലക്ഷനാണ് എൻ്റേത്. ലൈക്ക് യെസ്, ഈ ഒരു ഡാർക്ക് ഗ്രീൻ കളർ ഞാൻ സെലക്ട് ചെയ്തത് അത് നല്ലൊരു ഡിസിഷനായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. ബിക്കോസ് അത്രയ്ക്കും ഒരു ക്ലാസി ഫീലിംഗ് ഇതിനുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതും ഒരു ഹാർഡ് കവറാണ് ഇതിനും വരുന്നത്. ആൻഡ് പേജിൻ്റെ ക്വാളിറ്റീനെ പറ്റി എക്സ്ട്രാ ഞാൻ എടുത്ത് പറയണ്ടല്ലോ, കാരണം എല്ലാ പേജിനും അടിപൊളി ക്വാളിറ്റിയിലാണ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെയും നമുക്കൊരു താങ്ക് യു നോട്ട്, നിയോറേൻ്റെ ഒരു താങ്ക് യു നോട്ടും അതുപോലെ തന്നെ ഒരു യൂസർ ഗൈഡും വരുന്നുണ്ട്. യൂസർ ഗൈഡ് വീക്ക്ലി പ്ലാനറിൻ്റെത് പറഞ്ഞതുപോലെ തന്നെ അടിപൊളിയായിട്ടാണ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാത്തിനെ പറ്റിയിട്ടും കൃത്യമായിട്ട്, ഇപ്പോൾ നമുക്കൊരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ വിഷൻ ബോർഡിൻ്റെത് അവർ എക്സാമ്പിൾ വൈസ് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് എല്ലാത്തിനും നല്ല എക്സാമ്പിൾ വൈസ് അവർ കൊടുത്തിട്ടുണ്ട്. സോ അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നേരത്തെ യൂസർ ഗൈഡ് പോലെ തന്നെ ഈ ഒരു യൂസർ ഗൈഡും അടിപൊളിയാണ് ഗൈസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് പ്ലാനർ യൂസ് ചെയ്യുമ്പോൾ വരികയാണെങ്കിൽ ജസ്റ്റ് ഈ യൂസർ ഗൈഡ് നോക്കിയാൽ മാത്രം മതി. സോ ദിസ് ഈസ് മൈ പ്ലാനർ ഫോർ 2025. ഇതാണ് എൻ്റെ 2025 ഡെയിലി ഡേറ്റഡ് പ്ലാനർ. ഇതിനും ഇവിടെ നമുക്ക് ഹാർഡ് കവറാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ഡാർക്ക് ഗ്രീൻ കളറിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ക്ലാസി ലുക്കാണ് ഇതിന് ഫീൽ ചെയ്യുന്നത്. ദെൻ ഇവിടെ നമുക്ക് ഫസ്റ്റ് പേജിൽ തന്നെ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ സെക്ഷനാണ്. ദിസ് ബുക്ക് ബിലോങ്സ് ടു എന്നൊരു സെക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കവിടെ നമ്മുടെ പേര് എഴുതാം, ഇമ്പോർട്ടൻറ്റ് കോൺടാക്ട്സ് എഴുതി വെക്കാം, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഒരു വിഷൻ ബോർഡിൻ്റെ സെക്ഷനാണ്. നമുക്ക് പിക്ചർ വേണമെങ്കിൽ കട്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അഫർമേഷൻസോ വേർഡ്സോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇതിലുണ്ട്. ദെൻ വരുന്നത് ഒരു ഇയർലി ലേ ഔട്ടാണ്. ഇയർലി ലേ ഔട്ടിൽ അതായത് ഓരോ മന്തിൻ്റെയും ഫുൾ ഡേറ്റ്സ് 31 വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാം ഓരോ വീക്കെൻഡ്സ് എല്ലാം തന്നെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്കത് പെട്ടെന്ന് തന്നെ വീക്കെൻഡ്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇത് യൂസ്ഫുൾ ആവും. ദെൻ ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മന്തിൽ നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്യാനുള്ള ഒരു ബോക്സ് ഉണ്ട്. ദെൻ ഈ ഒരു ഇയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് മാർക്ക് ചെയ്ത് വെക്കാനാണ് ഇങ്ങനെ ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എക്സാംസോ നമ്മുടെ പ്രൊജക്ട് സബ്മിഷനോ അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളുടെ ബർത്ത്ഡേസോ അങ്ങനെയൊക്കെ തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ ഒരു ഇയർലി ലേ ഔട്ട് കൊടുത്തിട്ടുണ്ട്.
ദെൻ നെക്സ്റ്റ് വരുന്നത് ഒരു മന്ത്ലി ലേ ഔട്ടാണ്. ഈ മന്ത്ലി ലേ ഔട്ടിൽ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ഒരു മന്തിലെ നമ്മൾ ഗോൾസ്, തിങ്സ് ടു ഡു ആൻഡ് ഹെൽത്ത് ട്രാക്കറൊക്കെ തന്നെ നമുക്ക് ഇവിടെ തന്നെ മാർക്ക് ചെയ്ത് വെക്കാം. ദെൻ ഓരോ മന്തിലും നമുക്ക്, അതായത് ഓരോ ഡേറ്റിലും നമുക്ക് ഒരു 4 or 5 പോയിൻറ്റ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, മീറ്റിങ്സോ എക്സാംസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു സ്പേസാണിത്. ദെൻ ഓരോ മന്തിലും ഇവിടെയായിട്ട് അതിൻ്റെ പ്രീവിയസ് മന്തിൻ്റെയും നെക്സ്റ്റ് മന്തിൻ്റെയും കലണ്ടർ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് റെഫർ ചെയ്യാനത് യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാം വീക്കെൻഡ്സ് എല്ലാം തന്നെ ഒരു ഓറഞ്ച് കളറാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീക്കെൻഡ്സ് ഏതാണ് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ദെൻ ഈ ഒരു സൈഡിലായിട്ട് എല്ലാ മന്തിൻ്റെയും മന്ത്ലി ലേ ഔട്ടിലും ഓരോ empty ബോക്സസ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എക്സ്ട്രാ നോട്ട്സ് ഒക്കെ എഴുതി വെക്കാൻ യൂസ്ഫുൾ ആയിരിക്കും. ദെൻ മന്ത്ലി ലേ ഔട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് വീക്ക്ലി ലേ ഔട്ട്സ് ആണ്. ഈ വീക്ക്ലി ലേ ഔട്ട്സ് നമുക്ക് ഈ ഒരു ഇയറിൽ എല്ലാ വീക്കും, അതായത് ഈ ഇയറിൽ 53 വീക്സ് ഉണ്ട്. 2025 53 വീക്സിൻ്റെ ഈ വീക്ക്ലി ലേ ഔട്ട് ഈ ഒരു ഡെയിലി പ്ലാനറിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബോക്സ് നമുക്ക് ആ ഒരു വീക്ക് 1ൽ നമുക്ക് എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യണം, എന്തൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കണം എന്നുള്ളത് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് കൊടുക്കാം. ആൻഡ് ഓരോ ദിവസത്തിലും എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം, നമുക്ക് പ്ലാനേഴ്സ്, ടു ഡു ലിസ്റ്റൊക്കെ മാർക്ക് ചെയ്ത് വെക്കാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതൊരു വീക്ക്ലി ആൻഡ് ഹവർലി ലേ ഔട്ടാണ്. ഇവിടെ ഓരോ ഹവറായിട്ട് നമുക്കതിനെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഹവർലി നമുക്കത് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. സോ അങ്ങനെ ഒരു വീക്ക്ലി ലേ ഔട്ടാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം സാറ്റർഡേ സൺഡേസൊക്കെ ഓറഞ്ച് കളറിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു വീക്കിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു സ്പേസ് ആയിട്ട് ഒരു വീക്ക്ലി ലേ ഔട്ട് വളരെ സിമ്പിളായിട്ട് വളരെ ക്ലിയർ നീറ്റായിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വീക്ക് 53 ലാസ്റ്റ് വീക്കെൻഡ് വരെ വീക്ക്ലി ലേ ഔട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇത്രയും ഒരു പോർഷൻസ് നമുക്ക് നമ്മുടെ വീക്ക്ലി ലേ ഔട്ടിനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ വീക്ക്ലി ലേ ഔട്ട്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഡെയിലി ലേ ഔട്ടാണ്. അതിൽ നമുക്ക് കാണാം ഓരോ ഡേക്ക് നമുക്കൊരു ഫുൾ പേജ് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഡേ 1 നമുക്ക് പ്രയോറിറ്റീസ് ആൻഡ് അഫർമേഷൻസ് എഴുതാനുള്ളൊരു സെക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഡേ നമ്മൾ എന്തൊക്കെ അക്കംപ്ലിഷ് ചെയ്തു ആൻഡ് എന്തിനൊക്കെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആണ് എന്ന കാര്യങ്ങൾ കൂടെ നമുക്ക് താഴെ ആ ഒരു ഡേ കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് എൻഡിൽ നമുക്ക് എഴുതി വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ദെൻ ഈ ഒരു സൈഡിലായിട്ട് ഇത് ഏത് മന്താണ്, ഏതാണ് ഡേറ്റ് ആൻഡ് വീക്ക് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് അവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സ്പേസ് നമുക്ക് ഒരു ഫുൾ പേജ് നമുക്കൊരു ഡേക്ക് വേണ്ടി കിട്ടുന്നുണ്ട്. അവിടെ നമുക്ക് പല ലേ ഔട്ട്സ് ആക്കി വേണമെങ്കിൽ ഇതിനെ മാറ്റാൻ പറ്റും. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു യൂസർ ഗൈഡിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം നമുക്ക് ഈ ഒരു പേജിനെ 3 ലേ ഔട്ട്സ് ആക്കി മാറ്റാം, അല്ലെങ്കിൽ 4 സെക്ഷൻസ് ആക്കിയോ 6 സെക്ഷൻസ് ആയിട്ടോ ഒക്കെ നമുക്കിതിനെ മാറ്റിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റീസ് അനുസരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം തന്നെ മാർക്ക് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം ബുക്സിൻ്റെ കാര്യം വേറെ, നിങ്ങൾക്ക് എക്സാംസിൻ്റെ കാര്യം വേറെ, നിങ്ങളുടെ ഹെൽത്തിൻ്റെ കാര്യം വേറെ, അങ്ങനെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അതിന് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ലേ ഔട്ടായിട്ട് ഇതിനെ മാറ്റാം. അതിനുള്ള മാർക്സ് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഓരോന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ഇതിനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേ ഔട്ട്സ് ആയിട്ട് മാറ്റിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ പ്രയോറിറ്റീസും സെപ്പറേറ്റ് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കാനും നിങ്ങൾക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാനും പറ്റും. ഇങ്ങനെയാണ് ഈ ഒരു ഡെയിലി ലേ ഔട്ട് വരുന്നത്. അതിൻ്റെ നിങ്ങൾക്ക് കാണാം ഓരോ മന്തും ഏതാ ഡേറ്റ് ഏതാ വീക്ക് എന്നുള്ളത് അവർ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. വീക്ക്ലി പ്ലാനറിൽ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റത്തെ ഡേയും കൂടി കഴിഞ്ഞാൽ December 31 കൂടി നമ്മുടെ ഡെയിലി പ്ലാനറിൻ്റെ ലേ ഔട്ട്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഹാബിറ്റ് ട്രാക്കറാണ്. സോ ഇവിടെ നമുക്ക് ഹാബിറ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ January to December വരെയുള്ള നമ്മുടെ ഹാബിറ്റ് ട്രാക്ക് ചെയ്യാൻ നമുക്കിത് യൂസ്ഫുൾ ആവും. ദെൻ അത് കഴിഞ്ഞിട്ട് എക്സ്പെൻസ് ട്രാക്കറാണ് വരുന്നത്. എക്സ്പെൻസ് ട്രാക്കറിൽ നമുക്ക് ഡേറ്റ് ഐറ്റം, ഇൻവാർഡ് ഔട്ട്വാർഡ് ബാലൻസ് കൊടുക്കാം, അത് മാർക്ക് ചെയ്ത് വെക്കാൻ. പിന്നെ നമ്മുടെ കഴിഞ്ഞ പ്രീവിയസ് മന്തിൽ എത്ര ബാലൻസ് ഉണ്ട്, നമുക്ക് ഇൻകം എത്രയാണ്, എക്സ്പെൻസ് എത്രയാണ്, സേവിങ്സ് എത്രയാണ്, ഫോർവേഡ് ടു ഫെബ്രുവരി, അങ്ങനെ ഓരോന്നും നമുക്ക് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. നിങ്ങൾക്ക് വീക്ക്ലി പ്ലാനറിലുള്ള പോലെ തന്നെ അങ്ങനെ തന്നെയുള്ള എക്സ്പെൻസ് ട്രാക്കർ നമ്മൾ ഡെയിലി പ്ലാനറിലും വരുന്നുണ്ട്. ദെൻ എക്സ്പെൻസ് ട്രാക്കർ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പാഷൻസ് എഴുതാനുള്ളൊരു പേജാണ്. അത് നമുക്കൊരു 3 പേജസ് നമ്മുടെ പാഷൻസ് മാർക്ക് ചെയ്ത് വെക്കാൻ, നമുക്ക് പാഷൻസൊക്കെ എഴുതി വെക്കാൻ അവരൊരു 3 പേജസ് കൊടുത്തിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് വരുന്നത് നമ്മുടെ ദ ഇയർ ഇൻ റിവ്യൂ, നമ്മുടെ ഇയർ എങ്ങനെ ഉണ്ടായിരുന്നു, ഈ ഒരു ഇയർ 2025 എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോട്ട്സ് എഴുതി വെക്കാനുള്ളൊരു പേജും കൂടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് ഈ ഒരു ഹാർഡ് കവറിൻ്റെ ബാക്കിലായിട്ട് നമുക്കൊരു പോക്കറ്റ് സെക്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് നമ്മുടെ സ്റ്റിക്കേഴ്സോ
ബുക്ക് മാർക്സൊക്കെ നമുക്ക് ക്യാരി ചെയ്യാൻ ഒരു പോക്കറ്റും കൂടെ ലാസ്റ്റ് പേജിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ 2025 ഡെയിലി പ്ലാനർ. ഇതും എൻ്റെ നെക്സ്റ്റ് ഇയറിൽ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരാളായിരിക്കും. ബിക്കോസ് പ്ലാനേഴ്സ് എന്ന് പറയുന്നത് ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരാളായിരിക്കുമല്ലോ അല്ലേ. ഞാൻ പണ്ടൊക്കെ ഈ ഡയറീസൊക്കെ പണ്ട് കുറേ മുന്നേ കുഞ്ഞാകുമ്പോൾ നമുക്ക് പ്ലാനർ അങ്ങനത്തേതല്ലല്ലോ, നമുക്ക് ഡയറീസ് ആണല്ലോ അപ്പോൾ ഉള്ളത്. സോ ആ ഡയറീസൊക്കെ എനിക്ക് എല്ലാ വർഷത്തെയും ഡയറി കിട്ടുമ്പോൾ ഞാൻ ഡയറി ആ വർഷം യൂസ് ചെയ്യാറില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് ആ ഡയറി ആ വർഷം ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അത് ഉപയോഗിക്കേണ്ട, അതിങ്ങനെ മാറ്റി ഞാനിങ്ങനെ നല്ലപോലെ ഒരു സ്ഥലത്ത് വെക്കും. ആൻഡ് നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഇയർ ആയിരിക്കും ഞാൻ ചിലപ്പോൾ ആ ഡയറി യൂസ് ചെയ്യാം. എന്താണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്നെനിക്കിപ്പോഴും അറിയില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ ഞാൻ കാരണം പ്ലാനേഴ്സൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. ഡയറി പണ്ട് നമുക്ക് ഡയറി എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു. ബട്ട് അന്ന് എന്തുകൊണ്ട് ഞാൻ എഴുതിയില്ല എന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഓക്കെ, എനിവേ, സോ ഇത് നെക്സ്റ്റ് ഇയർ എൻ്റെ ഒപ്പം ഉണ്ടാകുന്ന എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും എന്നെനിക്ക് ഷുവറാണ്. അഗെയിൻ പറയുകയാണത് ക്വാളിറ്റി ഓഫ് ദ പേജസ് ആർ അമേസിങ് ഗൈസ്. ദർ സോ ഗുഡ് ആൻഡ് ഡിസൈൻസ് എല്ലാം അടിപൊളിയാണ്. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ആമസോൺ ലിങ്കും ആൻഡ് ഇവരുടെ വെബ്സൈറ്റ് ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. സോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് ഈ കളേഴ്സിൽ മാത്രമല്ല, ഒരുപാട് വെറൈറ്റി കളേഴ്സിൽ അവരുടെ ഈ ഒരു പ്ലാനേഴ്സ് അവൈലബിൾ ആണ്. ഡെയിലി പ്ലാനർ ആണെങ്കിലും വീക്ക്ലി പ്ലാനർ ആണെങ്കിലും ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടാവുന്ന ഒരുപാട് കളേഴ്സിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടും. ഒരുപാട് നല്ല നല്ല കളേഴ്സ് ഉണ്ട്. യാ, ബട്ട് എൻ്റെ കളർ സെലക്ഷൻ അടിപൊളിയായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. സോ യാ, എൻ്റെ നെക്സ്റ്റ് ഇയറിലേക്കുള്ള ഒരു പ്ലാനർ സജഷനായിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ എൻ്റെ പ്ലാനർ ഏതാണെന്ന് കാണിക്കുന്ന രീതിയിൽ എടുക്കാം. എനിവേ, എങ്ങനെ എടുത്താലും ദ പ്ലാനേഴ്സ് ആർ വെരി ഗുഡ്. സോ നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് നോക്കൂ. ലിങ്ക് താഴെ ഉണ്ടാകും. ആൻഡ് യാ, ദാറ്റ്സ് ഇറ്റ് ഗൈസ്. Thank you so much for watching my video. See you all in my next video. Bye.